ഹായ് ഡിയേഴ്സ്, ഇന്നൊരു റെസിപ്പിയുടെ ബിഹൈൻഡ് ദ സീനുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ട്രൈപോഡ് എനിക്കൊരു ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ്. ഇപ്പോൾ ചെറുതായി ഒന്ന് പൊട്ടിയിട്ടുണ്ട്. നമുക്കിന്ന് അത് വെച്ചെന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് റെഡ്മി നോട്ട് 8ൻ്റെ ഫോണാണ്. ഇത് നമുക്ക് ഷൂട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മളതിൻ്റെ ക്യാമറ ഒന്ന് തുടച്ച് വൃത്തിയാക്കാറുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുമ്പോൾ വൃത്തിയായി വരില്ല. ഹൈറ്റൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു. ഞാനൊരു റെസിപ്പി ബുക്ക് വയ്ക്കുന്ന ആളാണ്. ഏറ്റവും ചെറിയ റെസിപ്പിയാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. ഏകദേശം എല്ലാ സാധനങ്ങളും അടുത്ത് വെച്ചാണ് ഞാൻ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. എന്നാലും എനിക്ക് ഇടയ്ക്ക് ഓടേണ്ടി വരും. നിങ്ങൾക്ക് കാണാം, ഇടയ്ക്ക് ഫോക്കസ് കറക്റ്റ് ആക്കുന്ന വലിയ പ്രശ്നമാണ്. ഇടയ്ക്ക് നമ്മുടെ ട്രൈപോഡ് വീഴാനൊക്കെ പോകും. അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് ഫോക്കസ് മാറ്റേണ്ടി വരും. അപ്പോൾ നമ്മൾ പാചകം തുടങ്ങി. ഈ റെസിപ്പിയുടെ ശരിയായ രൂപം ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഏതാണെന്ന് കണ്ടുപിടിച്ച് പറയണേ. ചില സമയത്ത് എനിക്ക് ക്യാമറയായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടേണ്ടതായിട്ടൊക്കെ വരും. 1 മിനിറ്റിൻ്റെ ഒരു ഷോർട്ടോ അല്ലെങ്കിൽ ഒരു 3 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഒന്നും കാണുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ ഇത്രയും മണിക്കൂർ ചിലവാക്കുന്നത് നമ്മൾ അറിയുന്നതേ ഇല്ല. ഈ ഓട്ടോ ഒന്നും നമ്മൾ കാണുന്നില്ലല്ലോ. ചില സമയത്ത് നമ്മളെല്ലാം അടുത്ത് വെച്ചിട്ടുണ്ടെന്ന് തോന്നും. ചെയ്തു വരുമ്പോഴാണ് അറിയുന്നത് ചില കാര്യങ്ങളൊന്നും ഇല്ല എന്ന്. ചിലപ്പോഴൊക്കെ ക്യാമറ ഓൺ ചെയ്യാനേ മറന്നു പോവും. പിന്നീട് ആ പ്രൊസീജിയർ ഒരിക്കൽ കൂടി റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. ചില സമയത്ത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ചെയ്തത് മുഴുവൻ ബ്ലറായിപ്പോയെന്ന്. ക്യാമറ ചട്ടിനകത്തേക്ക് വീഴാതിരിക്കാൻ അവിടെ വെച്ച് എന്തോ മറന്നതെടുക്കാൻ ഓടിയതാണ് സ്റ്റോർ റൂമിലേക്ക്. വീണ്ടും ക്യാമറ സെറ്റ് ചെയ്തു. സോറി ക്യാമറയല്ല, മൊബൈൽ ഫോൺ. വീണ്ടും ഞാനൊരു കാര്യം മറന്നു. ഓട്ടം തുടങ്ങിയിട്ടുണ്ട്. കറിവേപ്പില പറിക്കാനുള്ള ഓട്ടത്തിലാണ്. മൊബൈൽ ഫോൺ വീണ്ടും റെഡിയാക്കി വെച്ചു. ഹൈറ്റെല്ലാം അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയും കുറച്ച് കാര്യങ്ങൾ ആവശ്യമുണ്ട്. അതെല്ലാം അടുത്ത് തന്നെ ഉള്ളതുകൊണ്ട് തുറന്നിട്ട് ചോട്ടിൽ വെച്ചില്ല എന്നേ ഉള്ളൂ. ഇടയ്ക്ക് കൈ വെച്ച് കറിവേപ്പില ഒന്ന് ഇളക്കുന്നുണ്ട്. ചൂട് ചട്ടിയാണ്. ഇതൊന്നും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതേ ഇല്ലല്ലോ. ദൂരെ കൊണ്ടുപോയി കൊട്ടാനുള്ള മടി കൊണ്ട് ഞാൻ ആ പ്ലേറ്റ് അടുത്ത് കൊണ്ടുവന്നു. ഇനിയിപ്പോൾ ക്യാമറ എടുത്ത് അധിക ദൂരം ഓടണ്ട. ക്യാമറ അവിടെ സ്റ്റില്ലായിട്ട് വെക്കാം. അങ്ങനെ ഇടയ്ക്ക് ഓരോ ട്രിക്കൊക്കെ ചെയ്യേണ്ടതായിട്ട് വരും. ഈ 1 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് വീഡിയോ കാണുമ്പോൾ നമ്മൾ ഇതൊന്നും അറിയണില്ല. പെട്ടെന്ന് തണുക്കാനായി ഫാനിട്ട് അതിനെ ചോട്ടിലേക്ക് കൊണ്ടുവച്ചു. ഇനി ആ നിരത്തി വെച്ചതിനെ കുറച്ചെങ്കിലും ഒന്ന് വൃത്തിയാക്കണ്ടേ. പിന്നെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒരുപാട് വലിയ അടുക്കളേൻ്റെ ആവശ്യമൊന്നുമില്ല. ആകെ ഒരു ചെറിയ ഫ്രെയിമല്ലേ, ആ ഫ്രെയിമിൽ വൃത്തി ഉണ്ടായാൽ മതി. പിന്നെ ലൈറ്റ് കറക്റ്റായിരിക്കണം. നമ്മുടെ വീട്ടിലും അടുക്കളയിലും എവിടെയൊക്കെയാണ് കറക്റ്റായിട്ട് ലൈറ്റ് കിട്ടുന്നത് അത് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. അടുത്ത ഷൂട്ടിന് ഇറങ്ങി. ഈ ട്രൈപോഡ് എനിക്ക് ഈ ഓണത്തിന് കിട്ടിയതാണ്. ഇനി നമുക്ക് അടുക്കളയിലാണ് ഷൂട്ട്. അതിന് ആദ്യം ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഞാനൊരു മിക്സി ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ക്യാമറ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ആ മിക്സി ജാർ വീണ്ടും ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ച് അവിടെ നിന്ന് വീഡിയോ എടുത്ത് വീണ്ടും അടുക്കളയിലേക്ക് മിക്സി ഓൺ ചെയ്യാണ്. ക്യാമറ ഓൺ ആണോ നോക്കണം, ഫോക്കസ് കറക്റ്റ് ആണോ നോക്കണം. മിക്സി ഓൺ ചെയ്യുമ്പോഴാണ് അറിയുന്നത് മെയിൻ ഓൺ ചെയ്തിട്ടില്ല എന്ന്. ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ഇടയ്ക്ക് മറന്നുകൊണ്ടേയിരിക്കും. തിരക്ക് പിടിച്ച പണിൻ്റെ ഇടയിലാണ് ഷൂട്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. ചായക്ക് പഞ്ചസാര ഇടാൻ മറക്കും, കറിക്ക് ഉപ്പിടാൻ മറക്കും, അങ്ങനെ പലതും സംഭവിക്കും. നമുക്ക് ഇതൊന്ന് അരിച്ചെടുക്കണം. അതിന് ഡൈനിങ് ടേബിളിലാണ് എൻ്റെ ലൈറ്റ് കറക്റ്റായിട്ട് വരുന്നത്. അപ്പം പകുതി ഷൂട്ട് അവിടെയാണ്. നമ്മുടെ ട്രൈപോഡ് നമ്മുടെ കൂടെ വരുന്നുണ്ട്. ഡൈനിങ് ടേബിളിൽ ഈ സ്ഥലത്ത് ലൈറ്റ് കറക്റ്റാണ്. അപ്പോൾ ഇവിടെയാണ് സ്റ്റൗ ആവശ്യമില്ലാത്ത ഷൂട്ടല്ല നടക്കുന്നത്. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. അതാണ് ഏറ്റവും വലിയ പണി. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോ ബാക്കിലോ ഇടാനുള്ള ക്ലിപ്പിൻ്റെ ഷൂട്ടാണിത്. എല്ലാം കഴിഞ്ഞു. നമ്മൾ പാക്കപ്പ് ചെയ്തു. ഇനി നമുക്ക് തംബ്നെയിലിനുള്ള ഒരു ഫോട്ടോ എടുക്കണം. അതിന് ഈ പ്ലേസാണ് ഞാൻ കറക്റ്റായി കണ്ടുവച്ചിരിക്കുന്നത്. എല്ലാം ഒന്ന് ഒരുക്കി വെച്ച് ക്ലീൻ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഡിയേഴ്സ്.